സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമ ഇതിൻ്റെ ആദരണീയരായ സെക്രട്ടറിയും കേരള മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറിയും മഅദിൻ അക്കാഡമിയുടെ ചെയർമാനുമായ നമ്മുടെ എല്ലാമായ ബദ്റുസ്സാദാത്ത് സയ്യിദ് ഖലീൽ അൽ ബുഖാരി തങ്ങൾ ഉസ്താദ് സനദുദാന മുഖ്യ പ്രഭാഷണം നടത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഖലീൽ തങ്ങൾ ഉസ്താദിൻ്റെ പ്രസംഗത്തിൻ്റെ ഉടനെ സ്ഥാപനവുമായി വല്ലാത്ത സ്നേഹിച്ച് സഹകരിച്ച കുറേ മോമിനീങ്ങളുണ്ട്. അവരെയൊക്കെ ഈ സദസ്സിൽ വെച്ച് ആദരിക്കലുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇവിടെ തന്നെ ഇരുന്ന് ഈ സദസ്സിനെ ഭംഗിയാക്കണം. ഖലീൽ തങ്ങൾ ഉസ്താദിനെ ആദരപൂർവ്വം ഈ പോഡിയമിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽ ഫായിസീന ബിറിളല്ലാഹ്. ഇന്ന അസ്തഖൽ ഹദീഥി കിതാബുല്ലാഹ് വഖൈറുൽ ഹദി ഹദി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون قل هل يستوي الذين يعلمون والذين لا يعلمون. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. കർണാടക സമസ്ത കർണാടക ജമിയത്തുൽ ഉലമ അജയ്യനായ പ്രസിഡന്റ്, ഒട്ടനവധി മഹല്ലത്തുകളുടെ ഖാളി, ഈ മഹത്തായ ദാറുൽ ഇർഷാദ് സ്ഥാപകൻ, എല്ലാമായ പ്രിയപ്പെട്ട മാണി ഉസ്താദ്, കാവൽക്കട്ട ഹസ്രത്ത്, മറ്റ് മഹത്തുക്കളായ സാദാത്തുക്കൾ, ഉലമാക്കൾ, സഹൃദയരായ സഹോദരി സഹോദരന്മാർ, വിദ്യാർത്ഥിനികൾ, അൽഹംദുലില്ലാഹ് ഇന്ന് ഈ മഹത്തായ സ്ഥാപനത്തിൽ നിന്ന് മുഈനി ബിരുദം നേടി 60 പണ്ഡിതന്മാർ, ഹിഫ്ള് പൂർത്തീകരിച്ച് 5 പേർ, 65 പേർ ബിരുദം വാങ്ങി. ഷഹാദത്ത് അവർ സ്വീകരിച്ചു. അവരൊക്കെയും SLC സർട്ടിഫിക്കറ്റ് വാങ്ങിയവരാണ്, +1 +2 സർട്ടിഫിക്കറ്റ് വാങ്ങിയവരാണ്, ഡിഗ്രി, അങ്ങനെ പല സർട്ടിഫിക്കറ്റുകൾ വാങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ സർട്ടിഫിക്കറ്റ് അങ്ങനെ സർട്ടിഫിക്കറ്റ് അല്ല. അത് ഭൗതിക ജീവിതത്തിൽ ജോബ് ഓറിയൻറ്റഡായി ജോലികൾ ലഭിക്കാൻ, ഇൻ്റർവ്യൂകൾ കാണിച്ചു കൊടുക്കാൻ, തുടർ പഠനത്തിന് അവർക്ക് സീറ്റ് ലഭിക്കാൻ, ഇങ്ങനെ ഭൗതിക ഗുണങ്ങളിലേക്കുള്ള സർട്ടിഫിക്കറ്റാണ് നിങ്ങൾ വാങ്ങുന്നത്. സത്യത്തിൽ ഇത് ഷഹാദത്തുൽ ഇജാസയാണ്. ഇജാസത്ത് ഇന്നത് പറഞ്ഞ് പലരും ഇജാസിയത്ത് എന്നാക്കാറുണ്ട്. അല്ല, എന്താണ് ഈ ഇജാസത്ത്? എന്താണ് പഠനം? പലരും മനസ്സിലാക്കുന്നത് സർട്ടിഫിക്കറ്റ് അങ്ങ് കിട്ടിയാൽ എല്ലാം ആയി.
ചില സാധാരണക്കാർ പറയാറുണ്ട്, റമദാൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ റംസാൻ കഴിയട്ടെ എന്നിട്ട് ബാക്കി ഞാൻ മറുപടി പറയാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ്റെ റമദാൻ ഒട്ടും സ്വീകാര്യമല്ല എന്നാണ്. റമദാൻ എന്നാൽ എല്ലാം മാപ്പാക്കാനും പുറത്തു കൊടുക്കാനും മാസമാണ്. മനസ്സിൽ സൂക്ഷിച്ചു വെക്കാനുള്ള വിദ്വേഷങ്ങളും വൈരാഗ്യങ്ങളും വെറുപ്പുകളും മനസ്സിൽ സൂക്ഷിച്ച് വേസ്റ്റ് ടാങ്കല്ല ഹൃദയം, മറിച്ച് ഹൃദയത്തിൽ ആരോടും വിദ്വേഷമില്ല, ആരോടും വെറുപ്പില്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന, ഹൃദയം ക്ലീൻ ചെയ്യേണ്ട മാസമാണ്. എന്ന പോലെ ഈ സർട്ടിഫിക്കറ്റ് എന്നാൽ ഇനി എനിക്കെന്തും ചെയ്യാം, ഇനി മാണി ഉസ്താദ് എന്നോട് പറയാനില്ല, അല്ലെങ്കിൽ മറ്റു ഉസ്താദുമാർ പറയാൻ ഇല്ല എന്നല്ല. ഞാൻ സംഭവം ഓർക്കുകയാണ്. മഹാനായ അല്ലാമ അജുലുനി റളിയല്ലാഹു തആല തങ്ങൾ അവർ കശ്ഫുൽ ഖഫ എന്ന കിതാബിൽ എഴുതിയ സംഭവം മുല്ല അലിയുൽ ഖാരി റളിയല്ലാഹു തആല തങ്ങൾ പറയുകയാണ്, മുൻകാലങ്ങളിൽ ഒരു ഷിയായ ഷിയാ വിശ്വാസി സുന്നിയായ ഒരു മഹാപണ്ഡിതനിൽ നിന്ന് നന്നായി ഖിറാഅത്തൊക്കെ പഠിച്ചു, ഷഹാദത്തൊക്കെ ലഭിച്ചു. നാട്ടിൽ വന്നു. നാട്ടിൽ വന്നപ്പോൾ അത് ഗംഭീര സ്വീകരണം. ആ സ്വീകരണത്തിൽ പറഞ്ഞു, മാഹ്സനക്, നിങ്ങൾ എന്തൊരു ഭാഗ്യവാനാണ്, നിങ്ങൾ എത്ര ഉന്നതനാണ്. പക്ഷേ ലൗലാ ഐബുൻ ഫീക് ശൈഖുക സുന്നിയുൻ, ഒരു കുറവ് പറയാതിരിക്കാൻ നിർവാഹമില്ല. നിങ്ങളെ ഉസ്താദ് സുന്നിയായിപ്പോയി. ഷിയാ വിശ്വാസിയാകുന്ന നിങ്ങൾ സുന്നി ഉസ്താദിൽ നിന്ന് പഠിക്കാൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തിന് കിട്ടേണ്ടതെല്ലാം കിട്ടിയല്ലോ എന്ന നിലക്ക് അദ്ദേഹം പറഞ്ഞു, മാ യളുറുനി, അതിലെന്താ കുഴപ്പം, ഇന്നമാ ലഹിസ്തുൽ അസല വതറക്തുൽ ലർഫ, ഞാൻ തേൻ ഈമ്പി കുടിച്ചു, ആ തേൻ പാത്രം ഞാൻ വലിച്ചെറിഞ്ഞു, പാത്രത്തിൽ തരിപ്പയിൽ തേൻകൂട്ടിൽ നിന്ന് ആ തരിപ്പ പീഞ്ഞ് തരിപ്പൊഴിവാക്കും, തേൻ കുടിക്കും. എന്ന പോലെ ഞാൻ എൻ്റെ ഷെയ്ഖിൽ നിന്ന് തേൻ ഞാൻ കുടിച്ചിട്ടുണ്ട്, കിട്ടേണ്ടതൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പറഞ്ഞ വാർത്ത ഉസ്താദ് അറിയുകയായി. ഉസ്താദ് തൻ്റെ ശിഷ്യന്മാരെ മുഴുവൻ വിളിച്ചു, അവരുടെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിച്ചു. ഞാൻ പഠിപ്പിച്ച എൻ്റെ ഒരു വിദ്യാർത്ഥി ഇങ്ങനെയാണ് പറഞ്ഞത്, ആയതുകൊണ്ട് ഞാൻ അവരിൽ നിന്ന് ആ ഇജാസത്ത് ഞാൻ പിൻവലിച്ചിരിക്കുന്നു, ആ 100 ഞാൻ ഊരിയിരിക്കുന്നു. ആ നിമിഷം അവനത് മറക്കുകയായി, പിന്നീടൊന്നും ഓർമ്മയില്ലാതെയായി. ഇത് മഹാനായ അല്ലാമ അജുലുനി റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നതാണ്. ഞാൻ ഈ സമയത്ത് അല്ലാമ അജുലുനി റളിയല്ലാഹു തആല തങ്ങൾ പറയുന്ന ഒരു സംഭവം കൂടി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല തങ്ങൾ ഇൽമന്വേഷിച്ച് 13,000 കിലോമീറ്റർ വർഷങ്ങളോളം സഞ്ചരിച്ച് നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ ഒരു യാത്ര കപ്പലിലൂടെയാണ്. സമുദ്രത്തിൽ ദീർഘനാളം ദിവസങ്ങളോളമുള്ള കപ്പൽ യാത്രയാണ്. ആ യാത്രയിൽ മഹാന ഇമാം ബുഖാരി റളിയല്ലാഹു തആല തങ്ങളുടെ കയ്യിൽ യാത്ര ആവശ്യാർത്ഥം സൂക്ഷിച്ചു വെച്ച
1000 ദീനാറുണ്ട്. ഒരു ദീനാർ എന്നാൽ ഒരു മിസ്കാലാണ്. ഒരു മിസ്കാല് 4 ഗ്രാമിലേറെ സ്വർണമുണ്ടാകും. ഇന്നത്തെ കണക്കനുസരിച്ച് ഏകദേശം 500 പവൻ സ്വർണം. ഈ 500 പവൻ സ്വർണത്തിന് ഇന്ത്യൻ കറൻസി കണക്ക് കൂട്ടി നോക്കിയാൽ ഏകദേശം 2 കോടി രൂപ. നിങ്ങൾ ആലോചിക്കണം എമൗണ്ട് എത്രയാണ്. അവിടെ യാത്രയിൽ ഒരു ശിഷ്യൻ, മഹാനായ ഒരു ഖാദിം, മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല തങ്ങളുടെ കൂടെ കൂടി. ബുഖാരി റളിയല്ലാഹു തആല തങ്ങളുടെ കയ്യിൽ ഈ 1000 ദീനാർ കയ്യിലുണ്ടെന്നറിഞ്ഞു. അങ്ങനെ രാത്രി ഒരു ദിവസം പെട്ടെന്ന് ഒരട്ടഹാസം, പെരുങ്കരച്ചിൽ, വാവിട്ട് കരയാണ്, എന്തെന്നില്ലാത്ത കരച്ചിൽ. എൻ്റെ കയ്യിൽ 1000 ദീനാർ ഉണ്ടായിരുന്നു, അഥവാ 500 പവനുണ്ടായിരുന്നു. ഈ 500 പവൻ ഇപ്പം കാണുന്നില്ല. ട്രെയിനിലോ ബസ്സിലോ ആണെങ്കിൽ എവിടെയെങ്കിലും ഇറങ്ങിപ്പോയെന്ന് അനുമാനിക്കാം. കപ്പലിലല്ലേ, ആരും സമുദ്രത്തിൽ ഇറങ്ങൂലല്ലോ. ഒരു കാര്യം തീർച്ചയാണല്ലോ, കപ്പലെല്ലാവരും കൂടി തീരുമാനത്തിലെത്തി കപ്പലിലെ മുഴുവൻ ആളുകളെയും പരിശോധിക്കുക. ആരെ കയ്യിലാണോ 1000 ദീനാർ ഉള്ളവർ അവർ ഇത് കട്ടെടുത്തൊന്ന് വിശ്വസിക്കാം. അങ്ങനെ എല്ലാവരും കൂടി പരിശോധിച്ചു. ഒരാളെ കയ്യിലും 1000 ദീനാർ കാണുന്നില്ല. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല തങ്ങളെയും പരിശോധിച്ചു. മഹാനായ അൽ ഇമാം അൽ ഹാഫിദ് അൽ ഹുജ്ജ അബൂ അബ്ദുല്ലാഹി മുഹമ്മദ് ഇസ്മായിൽ ബുഖാരി ജുഅഫി ഖദ്ദസല്ലാഹു സിറൽ അസീസ് അവരെയും പരിശോധിച്ചു. അവരെയും 1000 ദീനാർ കയ്യിൽ കാണുന്നില്ല. അപ്പോഴെന്തു ബോധ്യമാകുന്നു? ഇവൻ മഹാകള്ളനാണ്, ഈ വിട്ട് കരഞ്ഞവൻ. ആരെങ്കിലും കട്ടെടുത്തതാണെങ്കിൽ അതാരെങ്കിലും ഒരാളുടെ കയ്യിൽ വേണ്ടേ? ഒരാളുടെയും കയ്യിലില്ലല്ലോ. എല്ലാവരെയും ശല്യപ്പെടുത്തി, എല്ലാവരെയും യാത്ര മുടക്കി, എല്ലാവരും പോതിര നന്നായി ഇവനിക്ക് കിട്ടേണ്ടത് കിട്ടി, വാങ്ങേണ്ടതൊക്കെ വാങ്ങി. ഇവനിക്ക് വിചിന്തനം വന്നു, എന്താ അവിടെ സംഭവിച്ചത്? മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല 1000 ദീനാർ ഉണ്ട് എന്ന കാര്യം ഇവനിക്ക് ഉറപ്പാണല്ലോ. ഈ 1000 ദീനാർ ഇപ്പോൾ കാണുന്നുമില്ല. വീണ്ടും ഇവൻ ചതിയനായ ശൈത്താൻ എന്നാണ് അല്ലാമ അജ്ലുനി റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നത്. ബുഖാരി ഇമാമിൻ്റെ കൂടെ കൂടി. പിന്നെ അല്ല, നിങ്ങൾ 1000 ദീനാർ ഉണ്ടായിരുന്നല്ലോ, നിങ്ങളെന്തേ കാട്ടി? പരിശോധിച്ചപ്പോൾ അത് കണ്ടില്ലല്ലോ. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞു, ഞാൻ 1000 ദീനാറുള്ള കാശ് കടലിലേക്ക് ഒറ്റ ഏറെറിഞ്ഞു. അപ്പോൾ മൂക്കത്ത് വിരൽ വെച്ചിട്ട് ചോദിച്ചു, നിങ്ങളെന്തൊരു മനുഷ്യനാ? 1000 ദീനാർ 500 പവൻ നിങ്ങൾ കടലിലേക്ക് വലിച്ചെറിയുകയെ? നിങ്ങളെപ്പോലത്തൊരു വിഡ്ഢി ലോകത്താരാ? ഇമാം ബുഖാരി റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞു, എടോ, നീ എന്നെ മനസ്സിലാക്കിയിട്ടില്ലേ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇക്കാലം അത്രയും ജീവിച്ച് ഞാൻ നേടിയെടുത്ത ഒന്ന്, എൻ്റെ ഗുഡ്വിൽ അന്നി തിഖത്തുൻ. എൻ്റെ ജീവിതത്തിൽ കള്ളം പറഞ്ഞിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ ആരെയും വഞ്ചിട്ടില്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഈ 1000 ദീനാർ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എന്നെ പിടിക്കപ്പെട്ടാൽ സ്വാഭാവികമായും എൻ്റെ സത്യസന്ധത, എൻ്റെ ഗുഡ്വിൽ തകർന്നു പോകും. തകർന്നു പോയാൽ കാലമത്രയും ഞാൻ ശേഖരിച്ച ഹദീസുകളുടെയൊക്കെയും സ്വീകാര്യത തകർന്നു പോകും. എനിക്ക് 1000 ദീനാറിനേക്കാൾ
2 കോടി രൂപയേക്കാൾ 500 പവൻ സ്വർണത്തേക്കാൾ വലുതാണ് എനിക്കെൻ്റെ ഗുഡ്വിൽ, ഞാൻ സിഖത്താണെന്ന ജനങ്ങളുടെ അംഗീകാരം. ഈ രംഗം ഇവിടെ അവസാനിച്ചില്ല. അങ്ങനെ കരയിലെത്തി മഹാൻ ഇമാം ബുഖാരി റളിയല്ലാഹു തആല തങ്ങൾ ഒരു പ്രാവശ്യം സമുദ്രതീരത്തുകൂടെ നടക്കുകയാണ്. ആ സമയത്ത് ഒരു മത്സ്യം വന്ന് ആ 1000 ദീനാറുള്ള കേസ് മഹാൻ ഇമാം ബുഖാരി ഇമാമിൻ്റെ മുമ്പിൽ കരയിലേക്ക് എറിഞ്ഞുപോയി. ഇത് മഹാനല്ല മഅജുലിനി റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നതാണ്. ഞാനിവിടെ പറയുന്നത് മുഈനികളോട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സർട്ടിഫിക്കറ്റ് ചെറുതല്ല. നിങ്ങൾക്ക് നൽകിയ സർട്ടിഫിക്കറ്റ് മുഈനി ബിരുദം, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളൊരു പണ്ഡിതനാണ്. നിങ്ങൾക്ക് ഫത്വ കൊടുക്കാൻ കഴിവുണ്ട്, നിങ്ങൾക്ക് ദർസ് നടത്താൻ കഴിവുണ്ട്, നിങ്ങൾ ഭാവി ലോകോത്തര പ്രതിഭകളാവേണ്ടവരാണ്. അതിനുള്ള അർഹത നിങ്ങൾക്കുണ്ട് എന്നാണ് ഈ നൽകുന്ന സർട്ടിഫിക്കറ്റ്. നിങ്ങൾ ഒരു മഹല്ലത്തിൽ പള്ളിയിലെത്തിയാൽ, നിങ്ങൾ ഒരു സ്ഥാപനത്തിലെത്തിയാൽ, നിങ്ങളിലൂടെയാണ് ഈ ദാറുൽ ഇർഷാദിൻ്റെ നിലയും വിലയും മനസ്സിലാക്കുന്നത്. ഞാൻ ദാറുൽ ഇർഷാദിനെ ഏറ്റവും സ്നേഹിക്കുന്നത്, ഞാൻ ദാറുൽ ഇർഷാദിനടുത്തറിയുന്നത്, ദാറുൽ ഇർഷാദിൻ്റെ സന്തതികൾ ധാരാളം മഅദിൽ വന്നിട്ടുണ്ട്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, ഞാൻ ഇന്ന് വളരെ സന്തുഷ്ടനാണ്. ഇവിടെ പ്രകാശനം ചെയ്ത ആ 2 അറബി ഗ്രന്ഥങ്ങൾ, ഒന്ന് സർഫുൽ അസ്സർഫു ഉമ്മുൽ ഉലൂമി വന്നഹു അബൂഹ. ഇൽമുൽ അദബിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇൽമിൽ സർഫ്. അതെല്ലാ വിജ്ഞാനങ്ങളുടെയും ഉമ്മയാണ്. വന്നഹു അബൂഹ, നഹ്വ അതിൻ്റെ ഉപ്പയാണ്. പലപ്പോഴും സർഫാണ് ഇന്ന് കുട്ടികൾക്ക് വളരെ പ്രയാസമായി തോന്നുന്നത്. എന്നാൽ ആ സർഫ് അൽഹംദുലില്ലാഹ് ഇവിടെ നിന്ന് വന്ന് മഅദിൽ നന്നായി പഠിച്ച അദ്നിയായ അബൂബക്കർ സിദ്ദീഖ് അൽ മുഈനി അൽ അദ്നി, അദ്ദേഹത്തെക്കുറിച്ച് നൗഫൽ സഖാഫി കളസയുടെ പ്രഭാഷണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നൗഫൽ സഖാഫി കളസ പലയിടങ്ങളിലും പറയുന്നതായി കേട്ടു. എൻ്റെ ദർസിൽ അദ്നി അബൂബക്കർ സിദ്ദീഖ് അൽ മുഈനി അൽ അദ്നി വന്നതിൻ്റെ ശേഷം വലിയ മാറ്റം വന്നു എന്നത്. രണ്ടാമത് പ്രകാശനം ചെയ്തത് അഷ്റഫീഉൽ മുശഫ്ഫഅ, സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ സ്ഥാപക നേതാക്കളിൽ മഹാനും വിദ്യാഭ്യാസ ബോർഡ് രൂപീകരണ കാലത്ത് ആദ്യ പ്രസിഡന്റും ആയ വലിയ മഹാനും വലിയും ആരിഫുമായ ബാഖിയാത്തുസ് സാലിഹാത്തിൽ നിന്ന് 2 ബിരുദമെടുത്ത മൗലാന അബുൽ ഹഖ് അബ്ദുൽ ബാരി റളിയല്ലാഹു അൻഹു രചിച്ച അഷ്റഫീഉൽ മുശഫ്ഫഅ എന്ന മൗലിദിൻ്റെ തഹ്ഖീഖാണ്. മുമ്പത്തെ കിതാബുകളെപ്പോലെയല്ല ഇന്ന് തഹ്ഖീഖ്. നിങ്ങൾ തഹ്ഖീഖ് നടത്തിയാൽ അത് ഈജിപ്തിൽ നിന്നും ബൈറൂത്തിൽ നിന്നും ലബനാനിൽ നിന്നും ലോകത്ത് ധാരാളം പ്രസിദ്ധീകരണശാലകൾ പ്രസിദ്ധീകരിക്കാറുണ്ട്. അൽഹംദുലില്ലാഹ്, മഅദിൻ സന്തതികൾ അദ്നികൾ എഴുതിയ എത്രയോ കിതാബുകൾ ബൈറൂത്തിൽ നിന്നും ലബനാനിൽ നിന്നും ഈജിപ്തിലും സൗദി മിൻഹാജുമൊക്കെ പ്രസിദ്ധീകരിക്കുന്നത്. മാത്രമല്ല അവർക്ക് ഡോളറുകൾ ലോയൽറ്റി നൽകാനും ഉണ്ട്. അൽഹംദുലില്ലാഹ്, ഇതെല്ലാം ഇവിടെ പഠിച്ച മുഈനികൾ അൽഹംദുലില്ലാഹ് മഅദിൽ വന്ന് കഴിവ് ഒന്നുകൂടി പരിപോഷിപ്പിച്ചു. മാത്രമല്ല അൽഹംദുലില്ലാഹ്, നേരത്തെ ഇവിടുത്തെ പ്രഭാഷണങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. സലാഹുദ്ദീൻ അദ്നി, ജമലുൽ ലൈലി തങ്ങൾ, അതുപോലെ തന്നെ മുനവ്വർ അദ്നി, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഷാഹുൽ ഹമീദ്,
അദ്നി മുഈനി അദ്നി ഷാഹുൽ ഹമീദ് അൽ മുഈനി ഇവിടെ പഠിച്ചതാണ്. അദ്നിയാണ് ഇപ്പോൾ ഇവിടെ ദർസ് നടത്തുന്നു. അതുപോലെ അബ്ദുൽ സമദ് അൽ മുഈനി അൽ അദ്നി. അപ്പം ഞാനീ പറയുന്നത് അൽഹംദുലില്ലാ ഇപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആസിഫ് കഴിഞ്ഞ കൊല്ല പരീക്ഷയിൽ അൽഹംദുലില്ലാ 400-ഓളം കുട്ടികൾ അവരിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിയത്. ഞാൻ പറഞ്ഞു ഇതുകൊണ്ട് മനസ്സിലാക്കരുത്, അവസാനിപ്പിക്കരുത്. അപ്പം നിങ്ങൾക്ക് മുഈനികൾക്ക് ഒരു ഗുഡ്വിൽ, ആ ഗുഡ്വിൽ മുഈനികൾ ദാറുൽ ഇർഷാദിൻ്റെ സന്തതികളാണ്, മാണി ഉസ്താദിൻ്റെ മക്കളാണ്. മാണി ഉസ്താദ് അവരെ നന്നായി തർബിയത്ത് ചെയ്തിട്ടുണ്ട്. വിദ്യാഭ്യാസം എന്നത്, ഇൽമെന്നത് കുറേ വായിക്കലല്ല, പഠിക്കലല്ല, കിതാബോത്തല്ല, കിതാബ് അർത്ഥം വെക്കലല്ല. കേവലം കിതാബ് നോക്കുക, കിതാബ് അർത്ഥം വെക്കുക എന്നത് ഒരിക്കലും ശരിയും അല്ല. മഹാനായ ഇമാമുന ഷാഫി റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞതായി കാണാം. ഖാല ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു വമാ അഹ്സന ഖൗല ഇമാമിന ഷാഫി റളിയല്ലാഹു അൻഹു മൻ തഫക്കഹ മിനൽ കുതുബി ഫഖദ് ലയ്യൽ അഹ്കാം. വല്ലവനും കിതാബുകളിൽ നിന്ന് ഉസ്താദിൻ്റെ തിരുമൊഴി ഇല്ലാതെ, ഉസ്താദിൻ്റെ വാക്കുകൾ നല്ലാതെ കിതാബുകളിൽ നിന്ന് വല്ല ഹുക്കുമുകളും കണ്ടെത്താമെന്ന് ആരെങ്കിലും മനസ്സിലാക്കിയാൽ തീർച്ചയായും അവനെ വിശ്വസിക്കരുത്. വീണ്ടും അൽ ഇസ്തിഖ്ലാലു ബിൽ അഖ്ദി മിനൽ കുതുബി മിൻ അവദ്ദിൽ മഫാസിദ് വ അഖ്ബഹിൽ മഖാസിദ്. കിതാബുകളിൽ നിന്ന് എന്തെങ്കിലും പഠിക്കുക എന്നത് ഏറ്റവും വലിയ അബദ്ധവും അപകടവുമാണ്. ഇന്ന് പല പണ്ഡിത വേഷധാരികൾക്കും സംഭവിച്ച ഭീമമായ അബദ്ധം, എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അവർ മക്തബത്തു ഷാമില നോക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും അറബി ഗ്രന്ഥങ്ങൾ നോക്കും. എന്നിട്ട് അവർ എന്തെങ്കിലും കാണും, എന്നിട്ട് അതങ്ങ് സോഷ്യൽ മീഡിയയിലിടും, അവരങ്ങ് ഫത്വ കൊടുക്കും. ഒരു കാര്യം മനസ്സിലാക്കണം, ആരാണ് ഫത്വ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ഫത്വ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ലോകത്ത് ഇൽമു തുടങ്ങിയത്? ലോകത്ത് ഏറ്റവും ആദ്യത്തെ ഉസ്താദ് ഈ ഉമ്മത്തു മുഹമ്മദിയക്ക് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ? അവിടുത്തെ ശിഷ്യന്മാർ സ്വഹാബത്തെ കിറാമല്ലേ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതെങ്കിലും കിതാബ് സ്വഹാബത്തിന് ഓതി കൊടുത്തിട്ടുണ്ടോ? ഒരു മുസ്ഹഫ് അന്ന് എഴുതപ്പെട്ടിരുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇൽമു കിട്ടിയത് എങ്ങനെയാണ്? അൽ വഹ്യു മസ്തറുൽ മഅരിഫ. അല്ലാഹു തആല അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിതാബ് ചൊല്ലി ചൊല്ലി പഠിപ്പിക്കുകയല്ല ചെയ്തത്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾക്ക് തൗറാത്ത് ഇറക്കി കൊടുത്ത പോലെ, മസീഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾക്ക് ഇഞ്ചിൽ ഇറക്കി കൊടുത്ത പോലെ ഒരു ഗ്രന്ഥമായി ഇറക്കി കൊടുക്കുകയല്ല ചെയ്തത്. മറിച്ച് ഘട്ടം ഘട്ടങ്ങളായി വഹ്യ് മുഖേന അറിയിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. എന്നാൽ ആ വഹ്യ് ഗ്രന്ഥരൂപത്തിൽ എഴുതപ്പെട്ടിട്ടില്ല എങ്കിലും അക്കാലത്ത് എല്ലിൻ മുകളിലും തോലിൻ കഷ്ണങ്ങളിലും എഴുതപ്പെട്ടിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ എല്ലിൻ കഷ്ണങ്ങൾ എടുത്താണോ പഠിപ്പിച്ചത്? അല്ല. ആ തോലിൻ കഷ്ണങ്ങളാണോ പഠിപ്പിച്ചത്? അല്ല. മറിച്ച് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമൊഴിയാണ് സ്വഹാബത്തിന് ലഭിച്ചത്. എപ്പോൾ
എപ്പോഴാണ് ഗ്രന്ഥങ്ങൾ എഴുതാൻ തുടങ്ങിയത്? എപ്പോഴാണ് ക്രോഡീകരണം തുടങ്ങിയത്? എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീകൾ മറന്നു പോകരുത്. മഹാനായ 5-ാം ഖലീഫ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല തങ്ങളാണ് ഈ ഇൽമുൽ ഹദീസ് ക്രോഡീകരിക്കാൻ ഇബ്നു ശിഹാബ് സുഹ്രി റളിയല്ലാഹു തആല തങ്ങൾ കൽപ്പിച്ചത് ഹിജ്റ 100 കൊല്ലം ആയതിൻ്റെ ശേഷം. അപ്പം 100 കൊല്ലം വരെ 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിലുമൊന്നും ഹദീസുകൾ എഴുതപ്പെട്ടിട്ടില്ല. വെറും തിരുമൊഴികളിലൂടെ മാത്രമാണ്. ഇൽമ് കിതാബുകൾ എഴുതാൻ പറ്റുമോ ഇല്ലേ എന്ന വിഷയത്തിൽ 2-ാം നൂറ്റാണ്ടിൽ മഹാനായ ഇമാമുന ശാഫി റളിയല്ലാഹുവിൻ്റെ കാലത്ത് വലിയ തർക്കങ്ങൾ നടന്നിരുന്നു. സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലൊക്കെയും നിങ്ങൾ അധ്യായങ്ങൾ കാണാം. ബാബു കിതാബത്തിൽ ഇൽമി. ഒരു ഭാഗം ആളുകൾ പറഞ്ഞു, ഇൽമ് എഴുതി വച്ചാൽ അതിൻ്റെ വെല്ലിത്തിക്കാലാകും. ഇന്നത്തെ ഫോട്ടോ സ്റ്റാറ്റ് കോപ്പികളെപ്പോലെ. ഇന്ന് പലപ്പോഴും ക്ലാസ്സുകളിൽ ഫോട്ടോ സ്റ്റാറ്റ് കോപ്പികൾ കൊടുക്കുന്ന സംഘാടകർക്ക് ധരിക്കും അവർ മറന്നു പോകണ്ട, അവർ എന്നെന്നും ഓർത്തെടുക്കട്ടെ. ഇവരാകട്ടെ ഫോട്ടോ സ്റ്റാറ്റ് കോപ്പികൾ കൊണ്ടുപോയി അവിടെ വെക്കും. പഠിക്കുമ്പോൾ നമുക്ക് നോക്കാമെന്ന്. നിങ്ങൾക്ക് എത്ര ഫോട്ടോ സ്റ്റാറ്റ് കോപ്പികൾ കിട്ടിയിട്ടുണ്ട്? എത്ര നിങ്ങൾ പഠിച്ചിട്ടുണ്ട്? വളരെ വേദനയോടുകൂടി ഉണർത്തുകയാണ്. എന്നാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫോട്ടോ സ്റ്റാറ്റ് കോപ്പി അല്ല, പ്രിൻ്റഡ് അല്ല. സ്വഹാബത്ത് അങ്ങനെയല്ല, താബീങ്ങൾ അങ്ങനെയല്ല. മറിച്ച് അവരെല്ലാം ഉസ്താദിൻ്റെ തിരുമൊഴി സശ്രദ്ധം വീക്ഷിക്കുകയായിരുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 10 ലക്ഷം ഹദീസ് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല തങ്ങൾക്കറിയില്ലായിരുന്നു. ആ ഒരു വാക്കിൽ പോലും ഒരബദ്ധം വന്നിട്ടില്ല, മാറിയിട്ടില്ല. ഇത്രയും അത്യാധുനിക സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ ദാറുൽ ഇർഷാദിൽ നടക്കുന്ന ഈ പ്രഭാഷണങ്ങളിൽ എത്ര പേർക്കൊന്നും ചോർന്നു പോകാതെ പറയാൻ കഴിയും? കഴിഞ്ഞ ദിവസം മഅദിൽ വിദ്യാർത്ഥികൾ ഞാനിത് പരിശോധിക്കാനുണ്ടായ കാരണം 2 മാസം മുമ്പ് കടലുണ്ടിയിലെ ഖതീബ് ഖുത്ബ ഓതിയത് ഇഅ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ എന്ന ഹദീസാണ്. രണ്ടാമത് ഈ വിനീതൻ ജുമാക്ക് ശേഷം ആ ഹദീസ് പ്രഭാഷണത്തിൽ പറഞ്ഞു. മൂന്നാമത് അതേ മുതഅല്ലിമീങ്ങളെല്ലാം ഇരുത്തി ചോദിച്ചു, ഇന്ന് ഖതീബ് ഓതിയ ഹദീസ് ഏതാണ്? ഞാൻ അർത്ഥം പറഞ്ഞ ഹദീസ് ഏതാണ്? 19ഓളം മുതഅല്ലിമീങ്ങൾ ഒരാൾക്ക് പോലും പറയാൻ കഴിഞ്ഞില്ല. അതെന്നെ വല്ലാതെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ യുഗം അതാണ്, നിങ്ങൾ മനസ്സിലാക്കണം. അന്ന് നന്നായി അത് ക്ലാസ് എടുത്തു, അതിൻ്റെ ശേഷമാണ്. അൽഹംദുലില്ലാഹ് ഈ വെള്ളിയാഴ്ച എനിക്ക് സന്തോഷമായി. ഖുത്ബോധി കേൾപ്പിച്ചത് ഹദീസുകളൊന്നും ഉണ്ടായിരുന്നില്ല, ഈ വിരുദൻ പ്രസംഗിച്ചിട്ടുമില്ല. കുട്ടികൾ വിളിച്ചു ചോദിച്ചു. കുട്ടികൾ പലരും പല ഭാഗങ്ങളും എടുത്തു പറഞ്ഞു. ഇതാണ് അല്ലാഹു തആല ഖുർആനിൽ പറയുന്നത്, ഇന്ന ഫീ ഹാദിഹി ലദിക്റാ ലിമൻ കാന ലഹു ഖൽബുൻ ഔ അൽഖസ്സമ വഹുവ ഷഹീദ്. സശ്രദ്ധം വീക്ഷിക്കുന്നവർക്ക് വലിയ ഖൈറുകൾ ഉണ്ടാകും എന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരോട്, ഇവിടുന്ന് വിരുദ്ധം വാങ്ങി പുറത്തിറങ്ങുന്നവരോട്, നിങ്ങൾ നിർബന്ധമായും ഇതെല്ലാം എനിക്ക് കുറേ പറയണമെന്നുണ്ടായിരുന്നു. ഞാൻ വളരെ കൂടുതൽ പറയാൻ വിഷയങ്ങളൊക്കെ നന്നായി പഠിച്ചു വന്നതുമാണ്. പക്ഷേ സമയദൈർഘ്യം വയന്നുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം ഇവിടെ ചുരുക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഇത്
നീ സ്ഥാപനത്തിലെ ഉസ്താദുമാർ, ഇന്ന് മഹാനായ മാണി ഉസ്താദ് ഹഫിളഹുല്ലാഹ് വറഅഹ, മഹത്തുക്കളായ സ്ഥാപനത്തിലെ മറ്റു ഉസ്താദുമാർ, അവരെല്ലാം ഉസ്താദുമാരുടെ തിരുമൊഴികളായി പഠിച്ചതാണ്. ആ തിരുമൊഴികൾ നിങ്ങളും അതേ തിരുമൊഴികളിൽ നിന്ന് പഠിക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ അത് പകർത്തുകയാണ് വേണ്ടത്. നിങ്ങൾ ജീവിതം അത് മാതൃകയാക്കുകയാണ് വേണ്ടത്. റബ്ബേ തൗഫീഖ് നൽകണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.